സാജിദ് അജ്മലിലേക്ക് കൂടി. സാജിദ്, ഈ പിടിയിലായ രണ്ട് പ്രതികൾ എന്താണ് വിളിച്ചു പറയുന്നത്? അവർ പറയുന്നത് താൻ മേലാമുറിയിൽ ഉണ്ടിരുന്നു എന്നുള്ളതാണ്, മറ്റൊരാൾ പന്നിപ്പടക്കമാണ് എന്നുള്ളതാണ് വിളിച്ചു പറയുന്നത്. എന്തായാലും അത് പ്രതികൾ കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ഈ മാധ്യമങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയമാണ് ലഭിച്ചത്. ആ സമയത്താണ് അവർ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ സുരേഷുമായി ബന്ധപ്പെട്ട് വിശദമായ കാര്യങ്ങൾ FIR-ൽ ഉണ്ട്. അത് അവിടെ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ പിടിച്ചെടുത്തു, സുരേഷിന്റെ വീട്ടിൽ നിന്നാണ് ഇത് പിടിച്ചെടുത്തത് എന്നെല്ലാം തന്നെ ഉണ്ട്. എന്നാൽ നൌഷാദ്, ഫാസിൽ എന്ന പ്രതികൾക്ക് ഇതിലുള്ള ഇൻവോൾവ്മെന്റ് ഏത് രീതിയിലാണ് എന്നുള്ളത് FIR-ൽ ഇല്ല. അവരെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കോടതിയിൽ FIR രജിസ്റ്റർ ചെയ്യും, FIR സമർപ്പിക്കും എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പ്രശാന്ത് ശിവൻ നമ്മോട് സംസാരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഈ സുരേഷിന് BJP ബന്ധമുണ്ട് എന്ന് നമ്മൾ വാർത്ത കൊടുക്കുന്നു. അയാൾ BJP കാരനാണെന്ന് ഉള്ള വസ്തുത എവിടെ നിന്നാണ്? അത് കേവല ആരോപണമാണോ? നാട്ടുകാർ പറഞ്ഞാണോ? എന്താണ് കാര്യം? BJP പ്രവർത്തകനാണ് എന്ന് പ്രാദേശികമായി BJP-കാരല്ലാത്ത മുഴുവൻ ആളുകളും പറയുന്നതാണ്. നമ്മൾ അവിടെ പ്രാദേശികമായി അന്വേഷിച്ചിരുന്നു. BJP പ്രവർത്തകനാണ്. ഈ സുരേഷിന്റെ വീടിന്റെ നേരെ എതിർവശത്തായാണ് BJP മണ്ഡലം പ്രസിഡന്റിന്റെ വീട് കൂടിയുള്ളത്. പലപ്പോഴും ഈ BJP പ്രവർത്തകരായ പലരും ഈ സുരേഷിന്റെ വീട്ടിൽ ഒത്തുകൂടാറുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പ്രശാന്ത് ചോദിച്ച പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഭാരവാഹിത്വവും മറ്റും ഉള്ള വ്യക്തിയല്ല. പക്ഷേ BJP അനുഭാവിയാണ്. ഈ BJP-ക്ക് ആയി നാട്ടിലും മറ്റും പ്രവർത്തനങ്ങളിലുമെല്ലാം ഉള്ള വ്യക്തിയാണ് എന്നത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. നാട്ടിൽ നിന്ന് പല ആളുകളും നമ്മൾ ഫോൺ ചെയ്തും നേരിൽ കാണുമ്പോഴും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇങ്ങനൊരു കേസ് വരുമ്പോൾ അവർ അത് നിഷേധിക്കുക എന്നുള്ളതാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത്. ഇന്നലെ BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ C കൃഷ്ണകുമാർ ഇത് നിഷേധിച്ചിരുന്നു. ആ വാർത്ത ഉൾപ്പെടെ നമ്മൾ നൽകുകയും ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ അവർ തുടരെ പറയുന്നത് എന്നത് വ്യക്തമല്ല. എന്തായാലും BJP പ്രവർത്തകനാണ് എന്നുള്ളതാണ് നാട്ടുകാർ. BJP-യുടെയും RSS-ന്റെയും പ്രവർത്തനങ്ങളിലുള്ള വ്യക്തിയാണ് എന്ന് നാട്ടുകാർ ഈ തറപ്പിച്ച് പറയുന്നുണ്ട്. ശരി സാജിദ്, ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സുരേഷിന് BJP-യുമായുള്ള ബന്ധം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ പിടിയിലായ മറ്റ് രണ്ടുപേർ, ഫാസിൽ, നൌഷാദ്, അവർ നിരപരാധികളാണ് എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്കൂളിൽ നിന്ന് കണ്ടെടുത്തത് പന്നിപ്പടക്കമാണ് എന്ന് പ്രശാന്ത് ശിവനും BJP നേതാക്കളും ആവർത്തിച്ച് പറയുന്നുണ്ട്. അതൊരു ഇന്നലെ കണ്ടെടുത്തതും പന്നിപ്പടക്കമാണ്. ഈ കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കൾ പന്നിപ്പടക്കം തന്നെയാണോ? പോലീസ് എന്താണ് പറയുന്നത്? പന്നിപ്പടക്കം എന്ന് പോലീസിന്റെ രേഖകളിൽ എവിടെയുമില്ല. ഇന്നലെ പിടിച്ചെടുത്തതും പന്നിപ്പടക്കം എന്നല്ല, അത് 12 സ്ഫോടക വസ്തുക്കൾ എന്നുള്ളതാണ്. സ്കൂളിൽ നിന്ന് പിടിച്ചെടുത്തത് ഇന്നലെ ഈ സുരേഷിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തതിനേക്കാൾ വലിയ തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളായിരുന്നു. അതിന് മാരക ഈ ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ എന്നാണ് പോലീസിന്റെ FIR-ൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ പന്നിപ്പടക്കം എന്നുള്ളത് ഈ മലയോര മേഖലയിലും മറ്റും പന്നിയെ വേട്ടയാടാൻ പിടിക്കുന്ന അങ്ങനെ കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്നതാണ്. അത് ഈ പോലീസുമായി സംസാരിക്കുമ്പോൾ അതിന് ആ രീതിയിലല്ല പോലീസ് അത് ഈ ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തു എന്ന നിലയ്ക്ക് തന്നെയാണ് പറയുന്നത്. പിന്നീട് എന്തുകൊണ്ടാണ്, അതായത് ഈ നേരത്തെ അജിൻസ് പ്രശാന്തിനോട് ചോദിച്ചതുപോലെ ഈ RSS-ന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിൽ നിന്ന് ഈ പന്നിപ്പടക്കമാണെങ്കിലും സ്ഫോടക വസ്തുവാണെങ്കിലും അത് പിടിച്ചെടുത്തതിന് അത് ഗൗരവത്തിൽ അന്വേഷിക്കണം, അത് എന്താണെന്ന് കണ്ടെത്തണം എന്നൊരു ആശങ്ക അവർക്കില്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്നലെയും നമ്മൾ C കൃഷ്ണകുമാറിനോട് ഈ അന്വേഷണത്തിൽ തൃപ്തമാണോ എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങളല്ലല്ലോ തൃപ്തമാകേണ്ടത്, സമൂഹമല്ലേ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ RSS-ന്റെ നിയന്ത്രണത്തിലുള്ള വ്യാസവിദ്യാപീഠം എന്ന സ്കൂളിൽ നിന്ന് ഇത്തരം ഒരു സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതിൽ എന്തുകൊണ്ടാണ് ഈ സംഘപരിവാറിന് ആശങ്കയില്ലാത്തത് എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാവുന്നുണ്ട്. അത് ഈ നിസ്സാരവൽക്കരിക്കാനാണ് ഈ BJP നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ CPM ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഇന്നലെ പറഞ്ഞത് പല പോലീസുകാരും ഇത് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയപ്പോഴും അത് ബോധ്യപ്പെട്ടതാണ്. ചില ഉദ്യോഗസ്ഥർ ഇതിനെ ഈ നിസ്സാരവൽക്കരിക്കാനും BJP ബന്ധം മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത് വസ്തുതയാണ് എന്ന് നമുക്ക് ആ സ്പോട്ടിൽ പോയൊരു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് നമുക്ക് പറയാൻ കഴിയും. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.